എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. നമുക്ക് പോളിനോമിയൽ തന്നിട്ടുണ്ട് പി ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് ബി ആണ് നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ. ദെൻ ആൽഫ പ്ലസ് ബീറ്റ ആദ്യമേ ഫസ്റ്റ് കണ്ടുപിടിക്കണം. ആൽഫ ബീറ്റ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞാൽ എത്രയും മക്കളെ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വരും. ബി എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് മൈനസ് ബി മൈനസ് എ വരും. സി ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ബി. ദെൻ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ സം ഓഫ് റൂട്ട് മൈനസ് ബി ബൈ എ മൈനസ് ബി ബൈ എ. അപ്പം മൈനസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് എ എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ആൻസർ ഈസ് പ്ലസ് എ വരും. ഇനി പ്രോഡക്റ്റ് ഓഫ് റൂട്ട് ആൽഫ ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു സി ബൈ എ. സി എന്ന് പറഞ്ഞാൽ ബി, എ എന്ന് പറഞ്ഞാൽ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ബി വരും. ഇനി ഇവിടെ നമ്മൾ നോക്കാം ഈ തന്നേക്കണ ഇക്വേഷൻസ് എല്ലാം ഏതാണ് ഈ ഫോർമുലയിലേക്ക് കൊടുക്കണം. അപ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ വരും. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ആണ്. എ സ്ക്വയർ അങ്ങനെ തന്നെ വരും മൈനസ് 2 ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 2b വരും. ആൻസർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2b. എ ആയിരിക്കും ആൻസർ.